ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പാകിസ്ഥാനിലെ ഒരു നരഭോജി അല്ലെങ്കിൽ നരഭോജികളെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ അങ്ങനെ വല്ലാതെ എന്താ പറയാ ശാന്തമായ പ്രകൃതവുമായിട്ട് വലിയ ക്രൂരതകൾ ചെയ്യുന്ന മനസ്സുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നമ്മൾ പോലും അറിയാതെ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തത് പാകിസ്ഥാനിലാണ്. ഞാൻ പറയുന്നത്, ഈ പാകിസ്ഥാനിൽ ഒരു പെൺകുട്ടി മരണപ്പെടുന്നു. അവിടെ അവരുടെ ഖബർസ്ഥാനിൽ, അതായത് ശ്മശാനത്തിൽ ആ കുട്ടി അടക്കം ചെയ്യുന്നു. ആ ഒരു പിറ്റേ ദിവസം അടക്കം ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെയുള്ള ജീവനക്കാരൻ ശ്മശാനം ഖബർസ്ഥാൻ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അടക്കം ചെയ്ത ഖബർ ഒരു മാന്തിപ്പൊളിഞ്ഞ രീതിയിൽ ഒരു അസ്വാഭാവികത, ഒരു സംശയകരമായ സാഹചര്യം അതിന് ചുറ്റും കാണുന്നു. അദ്ദേഹത്തിന് സംശയം തോന്നുന്നു. അദ്ദേഹം മറ്റുള്ള പള്ളിയുമായി ബന്ധപ്പെട്ട ഭാരവലൊക്കെ വിളിച്ച് ആ ഖബർ കുഴിച്ചു നോക്കുന്നു. അപ്പോൾ അവിടെ കാണുന്ന ഞെട്ടിക്കുന്ന സംഭവമാണ്. അതിൽ അന്ന് അടക്കം ചെയ്ത ആ കുട്ടിയുടെ ബോഡി അതിലില്ലായിരുന്നു. അപ്പോൾ അത് എവിടെ പോയി? അത് വല്ലാത്തൊരു സംഭവമല്ലേ? അത് ഇന്നലെ തലേന്ന് അടക്കിയ ആ കുട്ടിയുടെ ബോഡി അതിൽ കാണുന്നില്ല. അവിടെ ഖബർ മൊത്തത്തിൽ ഒരു പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥ, അതൊരു സംശയകരമായ അവസ്ഥയാവുന്നു. അത് അവര് പോലീസിൽ ഇൻഫോം ചെയ്യുന്നു. അങ്ങനെ പോലീസ് എൻക്വയറി നടത്തുന്നു. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആ ഖബർ അടക്കുന്ന സമയത്ത് 2 പേരെ സംശയകരമായ സാഹചര്യത്തിൽ ആ ഒരു സംസ്കാരം നടക്കും, ആ കുട്ടിയുടെ സംസ്കാരം നടക്കും, ആ പരിസരത്ത് കണ്ടതായിട്ട് ഒരു വിറ്റ്നസ് പറയുന്നു. അങ്ങനെ പോലീസ് അവരെ കുറിച്ച് അന്വേഷിക്കുന്നു. അവരുടെ കയ്യിൽ പിക്കാസോ അങ്ങനെ എന്തൊക്കെ കണ്ടെന്നും പറയുന്നുണ്ട്. അവരിലേക്ക് നീങ്ങുന്നു. അത് സ്വാഭാവികം, അങ്ങനെയാണല്ലോ. അങ്ങനെ അവരിലേക്ക് പോലീസ് അന്വേഷണം എന്താ പറയുക ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ താമസ സ്ഥലം കണ്ടെത്തുന്നു, അവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു. ആ ലൊക്കേറ്റ് ചെയ്ത് അവിടെ പോലീസിന്റെ സെർച്ച് ഉണ്ടാവുന്നു. ആ സെർച്ചിൽ അവരെ ചോദ്യം ചെയ്യും. അവരെ എന്താ പറയുക ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പോലീസുകാർക്ക് അറിയാൻ പറ്റുന്നു. അവിടുത്തെ അടുക്കളയിൽ നിന്ന് മാംസത്തിന്റെ കഷ്ണങ്ങൾ കിട്ടുന്നു. അവര് കൊത്തിമുറിച്ച മാംസം അവരുടെ ബെഡ്റൂമിലെ കട്ടിൽ, അത് അവർ കിടക്കുന്ന ബെഡിന്റെ അടിയിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ പോലീസിനെ ഞെട്ടിച്ചു, വല്ലാത്തൊരു ഞെട്ടിച്ചൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഒന്ന് ആലോചിച്ചുകൊണ്ട് ഒരു ശവശരീരം കൊണ്ടുപോയി വെട്ടി നുറുക്കുക എന്നൊക്കെ പറഞ്ഞാലേ എന്ത് മാരകമാണത്. അങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ അവരെന്താ പറയുക. അങ്ങനെ അവരെ ചോദ്യം ചെയ്യുന്നതിൽ പിന്നെയും ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരികയാണ്. ഇതുപോലെ ആ ഖബർസ്ഥാനിൽ, ആ ശ്മശാനത്തിൽ അടക്കം ചെയ്ത് ഒരുപാട് ബോഡികൾ അവിടുന്ന് പുറത്തെടുത്തു കൊണ്ടുവന്നിട്ട് ഇതുപോലെ വേവിച്ച് കഴിച്ചിട്ടുണ്ട്. ആ ഞെട്ടിക്കുന്ന സംഭവം പാകിസ്ഥാനിലാണ് നടക്കുന്നത്. ആളുകൾ വല്ലാതെ എന്താ പറയുക ഭയപ്പെട്ടു പോയൊരു സംഭവമാണ് അവിടെ. ഇതേപോലെ 100ഓളം മൃതശരീരങ്ങൾ ആ ഖബർസ്ഥാനിൽ പോയിട്ട്, ആ ശ്മശാനത്തിൽ പോയിട്ട് അവരുടെ കുഴിമാടത്തിൽ നിന്ന് എടുത്തിട്ട് ഇവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെട്ടി നുറുക്കി വേവിച്ച് കഴിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. അത്ര പോലും മാരകമായ എന്താ പറയുക ഇങ്ങനെയുള്ള മനുഷ്യന്മാരും നമ്മുടെയൊക്കെ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത പേടിപ്പെടുത്തുന്നതാണ്. നമുക്കറിയാം, നമ്മളൊക്കെ പ്രിയപ്പെട്ട ഒരാളെ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പിരിഞ്ഞു പോകും. ചിലയാളെ അങ്ങനെയാണ് ശ്മശാനത്ത് നമ്മൾ പൊതുവെ സെമിത്തേരിയിലായാലും ഖബർസ്ഥാനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കാണാറ്. അവിടെ പോയിട്ട് ആ ബോഡി എടുത്തു കൊണ്ടുപോയിട്ട് അത് വെട്ടി നുറുക്കി കഴിച്ച് വേവിക്കിച്ച് കഴിക്കുക എന്നൊക്കെ പറയും. ഒരു മനുഷ്യരാണ്. ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ നമ്മുടെ ഇടയിലുണ്ടെന്ന് പറയുമ്പോൾ വല്ലാതെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ആലോചിച്ചു, നമുക്കത് കേൾക്കുമ്പോൾ ഒരു അറപ്പ് തോന്നില്ലേ, ഇങ്ങനെയുണ്ടോ മനുഷ്യർ? അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്യുന്നു, അവരെ കോടതിയിൽ ഹാജരാക്കുന്നു, അവർക്ക് കോടതി ശിക്ഷ വിധിക്കുന്നു. ഇതേ പാകിസ്ഥാനിൽ തന്നെ പല ഇതിനേക്കാൾ വലിയ കഥകൾ നടന്നിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ കേരളത്തിൽ തന്നെ 1-2 വർഷം മുന്നുള്ള നരബലിയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യർ, ഇങ്ങനെയുള്ള ക്രിമിനൽ മൈൻഡുള്ള മനുഷ്യർ, ഇത് എനിക്ക് തോന്നുന്നത് ഒരുതരം അംഗവൈകല്യമാണ്. ഇത് ഇവിടെയുള്ള മനഃശാസ്ത്രജ്ഞരൊക്കെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള അംഗവൈകല്യമുള്ള മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ നമുക്ക് അവരെ പെട്ടെന്ന് മനസ്സിലാവില്ല. അവർക്ക് അനുകൂലമായ കുറ്റകൃത്യത്തിനുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള മൃഗം എന്ന് പറയരുത്, മൃഗങ്ങൾ ഇത്തിരി അപമതിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയും തരം താണിട്ടില്ല. പിശാജ് എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിശാജ് ഉണരുകയും അവരവരെ കർമ്മം ഈ വൃത്തികേടുകൾ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആളുകളെ ഏതെങ്കിലും തരത്തിൽ, നമ്മളിടയിൽ ജീവിക്കുന്ന ആളുകളിൽ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചാൽ അവരെ ഏതെങ്കിലും കൗൺസിലിങ്ങിന് കൊണ്ടുപോയി അവരെ സാധാരണ ജീവിതത്തിലേക്ക് അനുകമ്പയോടെ സ്നേഹപൂർവ്വം കൊണ്ടുവരിക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ്. ഇത് പാകിസ്ഥാനിൽ നടന്നെന്ന് പറയണ്ട, നമ്മുടെ തൊട്ടടുത്ത് പത്തനംതിട്ട ഇലന്തൂരിൽ നരബലി നടന്നതാണ്. 2 സ്ത്രീകളെ, ആ കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കേസുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊന്നും ഇങ്ങനെയുള്ള ആളുകളുടെ എന്താ പറയുക ഇവരെ ഈ പറയുന്ന അഭിരുചികളും ഈ ലക്ഷണങ്ങളൊന്നും പുറത്ത് കാണില്ല. അവിടെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരായിട്ട് തോന്നും. എങ്കിലും ഇങ്ങനെയുള്ള ആളുകളെ പ്രത്യേകിച്ച് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അവരെ ഫോക്കസ് ചെയ്തെന്ന് പറയില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുന്ന ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടെങ്കിൽ അവരെ എന്താക്കുക, അവരുടെ ആ ഒരു മാനറിസവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ ഏറ്റവും എന്താ പറയുക, ഇവർക്ക് ചിലപ്പോൾ സുഹൃത്തുക്കളൊന്നും ഉണ്ടാവില്ല എന്ന് വരാം, ചിലപ്പോൾ ഒറ്റപ്പെട്ട് ഏകാന്തമായി ജീവിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ നല്ല സൗഹൃദ സദസ്സൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതൊന്നും പുറത്ത് കാണിക്കില്ല. അപ്പൊ അവരെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏതെങ്കിലും കൗൺസിലർ അല്ലെങ്കിൽ കൗൺസിലേഴ്സിന്റെ ഏതെങ്കിലും മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് കൊണ്ടുപോയി അവരെ മാന്യമായ രീതിയിൽ അവരെ ചികിത്സിച്ച് അവരുടെ മൈൻഡിലേക്ക്
പോസിറ്റീവായ കാര്യങ്ങൾ കയറ്റി ആ ഒരു എന്താ പറയുക വിപത്തിൽ നിന്ന് അവരെ തടയുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ ആർക്കും ഉണ്ടാവാതിരിക്കണം. കാരണം എനിക്കിപ്പോൾ നമുക്കറിയാം, ഇതിപ്പോ റിപ്പോർട്ട് ചെയ്ത കേസുകളാണ്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്ര കേസുകൾ നമ്മുടെ ഈ ലോകത്തുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു സാക്ഷ്യം മൊഴിയോ മറ്റോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് ഇതൊക്കെ പുറത്തു വരുന്നതും ഞെട്ടിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുന്നതൊക്കെ. അപ്പൊ ഇനി ഇങ്ങനെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത്, ലോകത്ത് ഒരിക്കലും ഇതിങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രത്യാശിക്കാം. കാരണം അത്ര പോലും മാരകമാണ് മനുഷ്യരിടയിലുള്ള ഇങ്ങനെയുള്ള ഇതേപോലുള്ള അംഗവൈകല്യങ്ങളുള്ള മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ ഭയാനകമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു പേടിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ശവശരീരമൊക്കെ പുറത്തെടുത്ത് കഴിക്കുക എന്നൊക്കെ എത്ര ക്രൂരമാണ്, ബ്രൂട്ടലാണ്. അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് അവർക്ക് മനസാക്ഷി എന്ന് പറയുന്നൊന്നുമില്ല. അവരെ ഏറ്റവും എന്താ പറയുക അവരെയൊക്കെയാണ് നരാധവൻ എന്നൊക്കെ പറയാം. പക്ഷെ അവരുടെ സാഹചര്യങ്ങളാണ് അവരെ അങ്ങനെ എത്തിച്ചത്. അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം, അവരുടെ എന്താ പറയുക ബാല്യകാലത്തുള്ള സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം അവരതിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ പോസിറ്റീവായിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി അവരെ മാറ്റിയെടുത്ത് അവർക്ക് ഒരു പ്രത്യേക എനർജിയൊക്കെ കൊടുത്ത് അവരെ നല്ല വഴിക്ക് നടത്തുക. അപ്പോൾ ഇനി അങ്ങോട്ട് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.